അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, ഹിക്മത്തുൽ-അതായിയയുടെ 13ാമത്തെ ഹിക്മത്തിൽ അവസാന ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് കൈഫ യുശ്രിഖു ഖൽബുൻ സുവറുൽ അക്വാനി മുന്തബിഅത്തുൻ ഫി മിർആത്തിഹി, എങ്ങനെയാണ് ഒരു ഹൃദയം പ്രകാശിക്കുക, പ്രപഞ്ചത്തിൻ്റെ രൂപങ്ങൾ, അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളുടെ രൂപങ്ങൾ അവൻ്റെ ഹൃദയ ദർപ്പണത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്നിരിക്കെ, അം കൈഫ യർഹലു ഇലല്ലാഹി വഹുവ മുകബ്ബലുൻ ബിശഹവാത്തിഹി, എങ്ങനെയാണ് അവൻ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് യാത്ര ചെയ്യാനാവുക, അവൻ്റെ ദേഹേച്ഛകളാൽ ബന്ധസ്ഥനാണെന്നിരിക്കെ, അം കൈഫ യത്മഉ യദ്ഖുല ഹളറത്തല്ലാഹി വഹുവ ലം യതതഹർ മിൻ ജനാബത്തി ഗഫലാത്തിഹി, അവൻ്റെ അശ്രദ്ധയാകുന്ന ജനാബത്തിൽ നിന്ന് ശുദ്ധി കൈവരിക്കാതെ അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രവേശിക്കണമെന്ന് അവൻ എങ്ങനെയാണ് ആഗ്രഹിക്കാനാവുക എന്ന് ചോദിച്ച ശേഷം അവസാനം ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, അം കൈഫ യർജു അൻ യഫ്ഹമ ദഖായിഖൽ അസ്റാർ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ദിവ്യരഹസ്യങ്ങൾ, നിഗൂഢ രഹസ്യങ്ങളെ അവന് മനസ്സിലാക്കാൻ സാധിക്കുക, വഹുവ ലം യതുബ് മിൻ ഹഫവാതിഹി, അവൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ തൗബ ചെയ്തിട്ടില്ല എന്നിരിക്കെ, ഇവിടെ റമദാനിൽ ബൂത്തി തങ്ങൾ പറയുന്നുണ്ട്, ഇതിനെ നമ്മൾ താഴെ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, അഥവാ മേലെ നിന്ന് ഇമാം ഇബ്നു അത്തായില്ലാഹി പറഞ്ഞ വിഷയത്തെ താഴെ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് വ്യക്തമാവും. അഥവാ ഒരു മനുഷ്യന് അവൻ പാപങ്ങളിൽ മുഴുകുന്നു എന്നുള്ളതാണ് അവൻ്റെ യഥാർത്ഥ അശ്രദ്ധയ്ക്ക് കാരണം. അവൻ്റെ അശ്രദ്ധയാണ് അവൻ ദേഹേച്ഛകളുടെ പിടിയിൽ അമരാനുള്ള കാരണം. ഇത് വലിയൊരു ഉൾക്കാഴ്ച തരുന്ന ഹിക്മത്താണിത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ധാരാളം കാലമായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു, പല വിധത്തിലുള്ള ഇബാദത്തുകളിൽ മുഴുകുന്നു, എന്നിട്ടും നമുക്കത് അസാധ്യമായി തീരുന്നതിൻ്റെ കാരണത്തെ നല്ലവണ്ണം വ്യക്തമാക്കി തരുന്നുണ്ട് ഈ ഹിക്മത്തിലൂടെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അത്തായില്ല. അതിൻ്റെ ആത്യന്തികമായ കാരണം ബഹുമാനപ്പെട്ട ഇമാം റമദാനിൽ ബൂത്തി പറഞ്ഞതുപോലെ അത് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മുക്തമാകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പാപങ്ങളിൽ നിന്ന് മുക്തമാകാത്ത ഒരാൾ അശ്രദ്ധ ബാധിക്കുകയും അയാൾ അവൻ്റെ ആഗ്രഹങ്ങളുടെ ദേഹേച്ഛയുടെ പിടിയിൽ അമരുകയും ചെയ്യുമെന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആധ്യാത്മിക ഉയർച്ച ലക്ഷ്യമാക്കുന്ന ഒരാൾ ആദ്യമായി ചെയ്യേണ്ട സംഗതി അവൻ്റെ പാപങ്ങളിൽ നിന്ന് മുക്തമായി ശ്രദ്ധയിലേക്ക് വരികയും അവൻ്റെ ദേഹേച്ഛകൾ ഒഴിവാക്കുകയും അതുവഴി അവൻ്റെ ഹൃദയം തെളിച്ചെടുക്കുകയും അവൻ്റെ അകക്കണ്ണ് അതുവഴി തുറക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ ദിവ്യജ്ഞാനത്തിൻ്റെ പ്രസരണം അതുവഴി ആ ഹൃദയത്തിലേക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ടവർ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. അതുകൊണ്ട് മഹദിയായ റാബിയത്തുൽ അദവിയ പറഞ്ഞതുപോലെ, റാബിയത്തുൽ അദവിയോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഞാൻ കുറേ കാലമായ ഇബാദത്തുകളിൽ മുഴുകുന്നു, ദിക്റുകളിൽ മുഴുകുന്നു, അള്ളാഹുവിൻ്റെ വാതിലിൽ ഞാൻ മുട്ടുന്നു, പക്ഷേ ആ വാതിൽ തുറക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു സാധകനോട് റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വാതിൽ സദാ തുറന്നിട്ടിരിക്കുകയാണ്, പക്ഷേ നിങ്ങൾ എതിർദിശയിലാണ് അതിനെ തുറന്നു നോക്കുന്നത്. നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറക്കാനായി പുറത്തേക്ക് വലിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ് അള്ളാഹുവിൻ്റെ വാതിലിൽ നമ്മൾ എതിർദിശയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, തുറക്കേണ്ട ദിശയിലേക്കല്ലാതെ തുറക്കാൻ ശ്രമിക്കുന്നു, വാതിൽ തുറന്ന് തന്നെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വിലങ്ങുതടിയായി തീരുന്നത് അവൻ പാപങ്ങളിൽ മുഴുകിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതവനെ അശ്രദ്ധയിലേക്കും ആ അശ്രദ്ധ അവനെ കാലികൾക്ക് സമാനമാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ഹിക്മത്തിൽ ചർച്ച ചെയ്തതുപോലെ അവനെ അശ്രദ്ധയിൽ കൊണ്ടിടുകയും അതവനെ ശരീര ഇച്ഛയ്ക്ക് വഴങ്ങേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു ഗ്രന്ഥമുണ്ട്, മിൻഹാജുൽ ആബിദീൻ ഇലാ ജന്നത്തി റബ്ബിൽ ആലമീൻ എന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ 7 കടമ്പകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒരു സാധകൻ അള്ളാഹുലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവന് വന്നു ഭവിച്ചേക്കാവുന്ന 7 കടമ്പകൾ, ആ 7 കടമ്പകൾ കടന്നാലാണ് യഥാർത്ഥ വിജയത്തിലേക്ക് അവൻ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് എന്ത് ചെയ്യുന്നു ബഹുമാനപ്പെട്ടവർ പറയുന്നു. അതുകൊണ്ട് അതിൽ ആദ്യത്തെ കടമ്പ ബഹുമാനപ്പെട്ട ഗസാലി ഇമാം പറയുന്ന അഖബത്തുൽ ഇൽമാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യും. എങ്കിലും അഖബത്തുൽ ഇൽമ എന്ന് പറയുന്നത്
ഒരാൾക്ക് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്തതിൻ്റെ അടിസ്ഥാനപരമായ കാരണം അവന് അള്ളാഹുവിനെ മനസ്സിലാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ജഹ്ലാണ്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയാണ് അവനെ ആധ്യാത്മികമായ യാത്രയിൽ അവന് തടസ്സമായി തീരുന്ന ആദ്യത്തെ കാര്യം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദഅവത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം പ്രാമുഖ്യം കൊടുത്തതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യത്തിനാണ്. നുബുവത്തിൻ്റെ 10ാം വർഷത്തിലാണ് നിസ്കാരം ഫർലാക്കപ്പെടുന്നത്. നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ അതിനുശേഷമാണ് ഫർലാക്കപ്പെടുന്നത്. അപ്പോൾ ഇബാദത്തുകൾ ഫർലാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിനെ പറ്റി ശരിയായി മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചത്. ആ ദൗത്യമാണ് നമ്മൾ ഇന്ന് ഏറ്റെടുക്കേണ്ടത്. മഹാനായ റൂമി തൻ്റെ ഫിഹിമാ ഫിഹിയിൽ പറഞ്ഞതുപോലെ, ശരിയായ ഗുരുക്കന്മാരുടെ അടുക്കൽ വരുമ്പോൾ അത് ശരിയായ ഗുരുക്കന്മാർ സമുദ്രത്തിന് സമാനമാണ്. എത്രയോ മാലിന്യം കലർന്നിട്ടുള്ള വെള്ളമാണ് സമുദ്രത്തിലേക്ക് വന്ന് പതിക്കുന്നത്. വലിയ പുഴകൾ, മലിനീകരിക്കപ്പെട്ട പുഴകൾ സമുദ്രത്തിലേക്ക് വന്ന് പതിക്കുന്നു. മാലിന്യ കൂമ്പാരങ്ങൾ വന്ന് പതിക്കുമ്പോഴും സ്വയം അശുദ്ധമാകാതെ സംശുദ്ധമായി വഹുവ തഹൂറു മാഉഹു വൽ ഹില്ലു മൈത്തതുഹു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ ആ മാലിന്യങ്ങളൊക്കെ സ്വീകരിച്ച് സ്വയം ശുദ്ധിയോടെ നിലനിൽക്കുന്ന ഒരു സമുദ്രത്തെ പോലെ മഹാന്മാരായ ആത്മീയ ഗുരുക്കളിലൂടെ നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ആദ്യം ശ്രമിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാരായ യുവതയ്ക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. നമ്മുടെ പ്രബോധന വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇബാദത്തുകളെ പറ്റി ധാരാളം പറയുന്നുണ്ട്, ഫളായിലുകൾ പറയുന്നുണ്ട്, ദിക്റുകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും യുവാക്കളുടെ ഹൃദയത്തിലേക്ക് ഇത് കയറാത്തതിൻ്റെ കാരണം അടിസ്ഥാനപരമായി അവർ അള്ളാഹുവിനെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായി അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. ഏറ്റവും നന്നേ ചുരുങ്ങിയത് അവരുടെ ബോധതലത്തെ ഉണർത്തുന്ന രൂപത്തിൽ നമ്മൾ ചെറുപ്പക്കാരെ ഈ വിധത്തിൽ നമ്മൾ തർബിയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞത് രാത്രി വീട്ടിൻ്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങിയ ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വിമാനത്തിൽ, ഒരു സൗദി എയർലൈൻസിൻ്റെ വിമാനത്തിൻ്റെ ബിസിനസ് ക്ലാസ്സിൽ കിടന്നുറങ്ങുന്നതായി കാണുന്നു. അപ്പോൾ രാത്രി കിടന്നത് വീട്ടിലാണ്, രാവിലെ എഴുന്നേറ്റപ്പോൾ ബിസിനസ് ക്ലാസ്സിലാണ്. ഇയാൾ ബിസിനസ് ക്ലാസ്സിലാണ്, സൗദി എയർലൈൻസാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഇയാൾക്ക് സമാധാനം കിട്ടില്ല. ഒന്ന്, താൻ എങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടണം. 2, താൻ എങ്ങോട്ട് പോകുന്നു അതിന് ഉത്തരം കിട്ടണം. മറ്റൊന്ന്, താൻ എന്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നതിനും ഉത്തരം കിട്ടാതെ ഇയാൾക്ക് എത്ര സൗകര്യത്തിലാണെങ്കിലും ആ ഫ്ലൈറ്റിൽ യാത്ര പൂർത്തീകരിക്കാൻ സാധിക്കില്ല. എന്നതുപോലെ നമ്മൾ ഇവിടെ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, എൻ്റെ അടിസ്ഥാനം എന്താണ്, എങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ നിലകൊള്ളുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യപ്പെടുത്തലുകൾ, അള്ളാഹുവിനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ആ കർമ്മം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ നിർവഹിച്ചിട്ടുള്ളതാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല സംവാദങ്ങൾ നമുക്ക് പല കിതാബുകളിലും കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ടവർ ഒരിക്കൽ യുക്തിവാദികളുമായി സംവാദം നടത്തുന്ന സമയം സംവാദത്തിനൊരൽപ്പം വൈകി ചെല്ലുന്ന ഇമാം അബൂ ഹനീഫ അദ്ദേഹം വൈകിയതിൽ ക്ഷമ ചോദിക്കുകയും യുക്തിവാദി നേതാവ് കാരണം പറയണം, നിങ്ങൾ ക്ഷമ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പുഴ കടന്ന് വേണം ഇപ്പുറത്തേക്ക് വരാൻ, പുഴ കടന്ന് വരാൻ നിൽക്കെ ഞാൻ നോക്കുമ്പോൾ തോണിയില്ല, പക്ഷേ പെട്ടെന്ന് തൊട്ടടുത്ത് നിന്ന മരം പെട്ടെന്ന് മറിഞ്ഞു വീണ് അത് പലകകളായി രൂപാന്തരപ്പെട്ട് അത് പിന്നീട് തോണിയായി മാറുകയും ഞാനതിൽ കയറി നിന്നപ്പോൾ തുഴയാതെ തോണി എന്നെ അക്കരെ എത്തിച്ചു, അങ്ങനെയാണ് ഞാനിവിടെ വന്നത്, അതുകൊണ്ട് ഇച്ചിരി താമസമെടുത്തതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞപ്പോൾ ഇമാം അബൂ ഹനീഫയെ കളിയാക്കി. ഒരു മരം തന്നെ മറിഞ്ഞു വീഴുകയും അത് തോണിയായി മാറുകയും തുഴയാതെ ഇക്കരെ എത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങനെ വിശ്വസിക്കാനാണിത്, എന്ത് മണ്ടത്തരമാണ് അങ്ങ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇമാം അബൂ ഹനീഫ പറഞ്ഞു, നമ്മുടെ സംവാദം ഇവിടെ ഇത് അവസാനിച്ചിരിക്കുന്നു. കാരണം
ഇദ്ദേഹം പറയുന്ന ഒരു ചെറിയ തോണി സ്വന്തം രൂപപ്പെടുകയില്ല എന്നും അതിന് സ്വന്തം തുഴയാതെ ഇക്കരെ വരാൻ കഴിയില്ല എന്നും ഇദ്ദേഹം പറയുകയും ഞാനത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റാതെ വരികയും ചെയ്തു എങ്കിൽ പ്രപഞ്ചം മുഴുവനും വ്യവസ്ഥാപിതമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ പ്രപഞ്ചത്തെപ്പറ്റി അത് സ്വന്തമുണ്ടായതാണ്, തന്നെ ഉണ്ടായതാണ് എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് വിശ്വസിക്കും എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇമാം അബു ഹനീഫ. അദ്ദേഹത്തിൻ്റെ തന്നെ ഇതിൽ മഹാനായ ഇമാം ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദറുസിൽ പഠിക്കുന്ന കാലം ഇമാം അബു ഹനീഫ ഒരു സ്വപ്നം കണ്ടതായി പറയുന്നുണ്ട്. ആ സ്വപ്നത്തിൽ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു പന്നി വന്ന് ആ മരത്തെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുന്ന സമയം മരത്തിൻ്റെ ഒരു ശിഖരം താഴ്ന്നു വന്ന് ആ പന്നിയെ പ്രഹരിക്കുകയാണ്. പ്രഹരിക്കുന്ന മാത്രയിൽ ആ പന്നി കുറച്ച് മുന്നോട്ട് പോയി രൂപം മാറി ഒരു നല്ല മനുഷ്യനായി രൂപപ്പെട്ട് ആ വൃക്ഷത്തിൻ്റെ തന്നെ തണലിൽ വന്ന് തണൽ കൊള്ളുന്നതാണ് കാണുന്നത്. ഇമാം അബു ഹനീഫക്ക് ഇതിൻ്റെ വ്യാഖ്യാനം ചോദിക്കാനായി തൻ്റെ ഉസ്താദിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഇമാം അബു ഹനീഫയോട് ഉസ്താദ് പറയുന്നുണ്ട്, ഉസ്താദ് വിഷണ്ണനായി കാണാണ്, മുഖത്ത് വല്ലാത്ത വിഷമം. എന്താണ് ഉസ്താദ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒരു നിരീശ്വരവാദികളുമായിട്ടുള്ളൊരു സംവാദത്തിൽ ഏർപ്പെടാനുണ്ട്. കണ്ണിൽ നമ്മൾ കാണാത്ത അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിലെ എന്തെങ്കിലും അപാകത കൊണ്ട് അവിടെ വരുന്ന ശ്രോതാക്കൾക്ക് എന്തെങ്കിലും സംശയം വന്നുപോയാൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ആവലാതിയാണ് ഉസ്താദ് അവിടെ അബു ഹനീഫ ഇമാമിനോട് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ താൻ കണ്ട സ്വപ്നത്തെ തൻ്റെ ഉസ്താദിനോട് പറയുകയും ഉസ്താദ് ആ മരവും താൻ അതിലെ ശിഖരവും ഇവിടെ നിരീശ്വരവാദത്തിൻ്റെ വാദങ്ങളുമായി വരുന്നയാൾ ആ പന്നിയുമാണ്, താനാകുന്ന ആ ചില്ല കൊണ്ട് പന്നിയെ അടിക്കുമ്പോൾ അത് മാനസാന്തരപ്പെടുകയും അത് രൂപം മാറി മുഅ്മിനായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനം എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഇമാം അബു ഹനീഫ പറയുകയും ആ സംവാദത്തിന് പോവുകയും ചെയ്യുന്നു. രസകരമായ കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആ സംവാദത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അബു ഹനീഫ ഹനീഫയോട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ജന്മദിനം എന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇമാം അബു ഹനീഫ അതിന് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിനെ പറ്റി പല ചോദ്യങ്ങളും നമ്മുടെ നിരീശ്വരവാദികളും യുക്തിവാദികളും ഒക്കെ ചോദിക്കുമ്പോൾ പല ചോദ്യങ്ങളും അർഹമായ ചോദ്യങ്ങളല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഡൗട്ട് യുവർ ഡൗട്ട്സ് എന്ന പേരിൽ ഈ പ്രതിഭാസത്തെ നമുക്കിങ്ങനെ പറയാം, ഡൗട്ട് യുവർ ഡൗട്ട്സ്, അഥവാ നമ്മുടെ സംശയത്തെ തന്നെ നമ്മൾ സംശയിക്കുക. അഥവാ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ ഒരു സംഗതി വന്നു എന്നതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു റെലവൻ്റായ ചോദ്യമാകുന്നില്ല. മറിച്ച് ആ ചോദ്യമായി തീരണമെങ്കിൽ, ഇപ്പോൾ നീല നിറത്തിൻ്റെ രുചി എന്താണ് എന്നൊരാൾ ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ വന്നതാണ്. ത്രികോണത്തിൻ്റെ ഒരു വൃത്തത്തിലെ ത്രികോണം എവിടെ, ഒരു വൃത്തത്തിലെ കോണം എവിടെയാണ് എന്നൊരാൾ ചോദിച്ചാൽ അത് എത്രത്തോളം അർത്ഥരഹിതമാണോ ചോദ്യത്തിൻ്റെ ഫോർമാറ്റിൽ വന്നു എന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് അവൻ വെറും ഒരു സൃഷ്ടാവ് അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദൈവം എന്ന നിലക്കല്ല, മറിച്ച് അവൻ്റെ 41 സിഫത്തുകളോടുകൂടെ ആദ്യമില്ലാത്തവൻ, അന്ത്യമില്ലാത്തവൻ, എല്ലാ നിലക്കും ഏകൻ, എല്ലാ സൃഷ്ടികളോടും എതിരായവൻ, ഇങ്ങനെയുള്ള എല്ലാത്തിനും കഴിവുള്ളവൻ തുടങ്ങുന്ന വിശേഷണങ്ങളോടുകൂടെ ഉള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ അള്ളാഹുവിനാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ജന്മദിനമുള്ള ഒരു അള്ളാഹു, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ചോദ്യം ഇപ്പോൾ വൃത്തത്തിൻ്റെ കോണമെവിടെ എന്ന് ചോദിക്കുന്നത് പോലെ അർത്ഥരഹിതമാണ്. ജന്മം ഉള്ള ഒരാളെ അള്ളാഹു എന്ന് നമ്മൾ പറയുന്നില്ല. അഥവാ ഖിദം, അനാദ്യനായ ഒരാളോ ഒരു ദൈവത്തെയാണ്, ഒരു ശക്തിയെയാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യം തന്നെ തെറ്റാണ്. ഇമാം അബു ഹനീഫ അതിന് വ്യക്തമായ മറുപടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദിശ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നത് ഒരു വിളക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ആ വിളക്ക് കത്തിച്ചു വച്ചതിനു ശേഷം ഇത് ഏത് ദിശയിലാണ് പ്രകാശം പരത്തുന്നത് എന്ന് നോക്കുക എന്ന് ചോദിക്കുമ്പോൾ അവിടെ യുക്തിവാദികൾ ഉത്തരം മുട്ടുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, അള്ളാഹുവിൻ്റെ സൃഷ്ടിയായി ചെറിയ വിളക്കിൻ്റെ പ്രകാശത്തിൻ്റെ ദിശ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ അള്ളാഹു നൂറുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ പ്രകാശമാകുന്ന അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തിൻ്റെ ദിശ എങ്ങനെയാണ് നിർണ്ണയിക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ
സ്വർഗത്തിൽ ഉള്ള അനുഗ്രഹങ്ങൾ എത്ര എടുത്താലും തീരുന്നില്ല എന്ന് പറയുന്നല്ലോ. അതെങ്ങനെ ശരിയാവും? എടുത്താൽ തീരാതിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരു ഉദാഹരണം ഭൂമിയിൽ തന്നെ അള്ളാഹു നൽകിയിട്ടുണ്ട്. എത്ര എടുത്താലും തീരാത്തതും കൊടുക്കുന്തോറും വർദ്ധിക്കുന്നതുമായ വിജ്ഞാനമാണത്. ബഹുമാനപ്പെട്ട ഇമാം അബു ഹനീഫ റഹിമഹുള്ള വിജ്ഞാനത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, സ്വർഗത്തിൽ ഭക്ഷണം കഴിച്ചാൽ വിസർജനമില്ല എന്നാണല്ലോ നിങ്ങൾ പഠിപ്പിക്കുന്നത്, അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചപ്പോൾ 9 മാസക്കാലത്തോളം ഉമ്മയുടെ വയറ്റിൽ പൊക്കിൾക്കൊടിയിലൂടെ ഭക്ഷണം കഴിച്ച നമ്മൾ എപ്പോഴാണ് വിസർജിച്ചത്, എപ്പോഴാണ് മൂത്രമൊഴിച്ചത് എന്ന്, എപ്പോഴാണ് കാഷ്ടിച്ചത് എന്ന് ഇമാം അബൂ ഹനീഫ മടക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപരമായ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റിയിട്ടുള്ള അജ്ഞത നീക്കി കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം, ആ ദൗത്യത്തിൻ്റെ ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇമാം ഗസാലി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സത്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ അഖബത്തുൽ ഇൽമ്, മനുഷ്യന് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവില്ലായ്മ അത് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. ആളുകൾ കർമ്മങ്ങളുടെ രഹസ്യങ്ങളും അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുന്നു. ഇസ്ലാമിൻ്റെ ആഗോളതലത്തിലുള്ള സ്വാധീനത്തെപ്പറ്റിയും ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ സർവ്വ ലൗകികതയെപ്പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും അള്ളാഹു ആരാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കിയില്ല എങ്കിൽ ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മൾ നടത്തുന്ന പ്രബോധനങ്ങളൊക്കെയും അത് ചിലപ്പോൾ വേര് പിടിക്കാതെ പോകുമെന്നതിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഇമാം ബൂസിരി തന്നെ തൻ്റെ ബുർദയിൽ പറയുന്നുണ്ടല്ലോ, ഫ ഇന്ന അമ്മാറത്തി ബിസൂഇ മത്തഅലത് ബിനദീരി മിൻ ജഹിലിഹാ ബിനദീരി ഷൈബി വൽ ഹറമി. എൻ്റെ അമ്മാറത്ത്, തെറ്റുകൊണ്ട് എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ നഫ്സ്, അത് മത്തഅലത് ബിനദീരി ഷൈബി വൽ ഹറം, അത് വാർദ്ധക്യവും നരയുമാകുന്ന മുന്നറിയിപ്പുകാരനെ കൊണ്ട് ഉപദേശം സിദ്ധിച്ചില്ല. എന്ത് കാരണം? മിൻ ജഹിലിഹ, അതിൻ്റെ അറിവില്ലായ്മ കാരണം എന്ന് പറയുന്നുണ്ട്. ഇത് ബുർദയുടെ ആ മുഖദ്ദിമ കഴിഞ്ഞാൽ ആദ്യത്തെ ആത്മവിമർശനം എന്ന് പറയുന്ന ആ ഫസലിൽ ആദ്യത്തെ ബൈത്താണ്. ഇതിൽ ബഹുമാനപ്പെട്ടവർ ആദ്യമായി എണ്ണുന്നതും നമ്മുടെ അള്ളാഹുവിനെ പറ്റിയുള്ള അജ്ഞതയെ സംബന്ധിച്ചു തന്നെയാണ്, ജഹലിനെ പറ്റി തന്നെയാണ് ബഹുമാനപ്പെട്ടവരും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പരിചയപ്പെടുത്തുന്ന ഈ 7 അഖബകൾ, ആ അഖബകളെ നന്നായി നമ്മൾ പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ആ അഖബകൾ താണ്ടിക്കടക്കുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അഖബത്തുൽ ഇൽമ്, അഖബത്തുൽ തൗബ, അഖബത്തുൽ അവായിഖ്, അഖബത്തുൽ അവാരിദ്, അഖബത്തുൽ ബവാഇസ്, അഖബത്തുൽ ഖവാദിഹ്, അഖബത്തുൽ ഹംദി വശുക്ർ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. അള്ളാഹുവിൽ നമ്മൾ തസവുഫിൻ്റേതായ നമ്മുടെ വിജ്ഞാനങ്ങളിൽ നമ്മൾ കേൾക്കാറുള്ള പല പദങ്ങളുണ്ട്. സുഹുദ്, അതുപോലെ തവക്കുല്, ഇത് ഏതേത് ഘട്ടങ്ങളിലാണിത് ആവശ്യം വരുന്നത് എന്ന് ശരിയായി ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് ഇമാം ഗസാലിയുടെ ആ ഗ്രന്ഥം പോകുന്നത്. 450 പേജുകളുണ്ട്. അതിൻ്റെ സംഗ്രഹം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോഴാണ് ഇബ്നു അതാഇല്ലാഹി തങ്ങളുടെ ഈ ഒരു ഹിക്മത്തിൻ്റെ പൂർണ്ണതയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. അള്ളാഹു പറയാനും പഠിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.